ഹായ് നമസ്കാരം. ഇതൊരു അൺപെയ്ഡ് റിവ്യൂ ആണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. തുടങ്ങാം. ഒരു ക്രിട്ടിക്കൽ റിവ്യൂ ആണ്, പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററെ പറ്റിയുള്ള ഒരു നല്ല റിവ്യൂ ആണ്. ഒരു അസാധ്യ സ്ക്രിപ്റ്റ് റൈറ്റർ. പടത്തിൻ്റെ പേര് മറ്റൊന്നുമല്ല, പ്രേമലു. 14 സിനിമകൾ വരെ ഞാൻ അതിനകത്ത് കണ്ടെടുത്തു. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഒബ്വിയസ്ലി തണ്ണീർമത്തൻ ദിനങ്ങളാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് ക്യാരക്ടറിന്റെ പേരും ആ ഒരു റഫ് സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു ക്രിട്ടിക്കായിട്ട് പറയുന്നില്ല. പക്ഷേ തണ്ണീർമത്തൻ ദിനങ്ങളുടെ കണ്ടിന്യൂറ്റി ആണെന്ന് അറിയുന്നവരോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് വെറുതെ ഒരു ആവശ്യമില്ലാതെ കുറെ മദ്യപാന സീനുകൾ നായകൻ വാള് വെക്കാൻ പോകുന്നു, പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോൾ ഇതിനകത്ത് തണ്ണീർ മാത്രം ദിനങ്ങളാണ്. പ്രണയം എന്ന് പറയുമ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങൾ ചൈൽഡ്ഹുഡ് പ്രണയമായതുകൊണ്ട് അതിൻ്റെ ഒരു രണ്ടാം ഭാഗം എന്നുള്ളൊരു ധ്വനി കൊടുത്തുകൊണ്ട് ആ ചില ക്യാരക്ടേഴ്സിനെ ഇങ്ങോട്ട് ചെകഞ്ഞെടുക്കാം. നായകനെ നായിക ഒബ്വിയസ്ലി എടുക്കാൻ പറ്റില്ല. അവർ ഭയങ്കര കോസ്റ്റ്ലി ആയി, ഡേറ്റ് കിട്ടാനില്ല. ലിയോയുടെ മകൻ വരെയായി. അപ്പോൾ അവരുടെ ഡേറ്റ് കിട്ടുവാണെങ്കിൽ സൈഡിൽ വെക്കാം എന്ന് തീരുമാനിച്ച് ആദ്യ ഭാഗം എഴുതും. രണ്ടാമത് നമ്മൾ ഉറപ്പായിട്ട് ഓർത്തിരിക്കുന്ന പടമാണ് പ്രേമം. മൾട്ടിപ്പിൾ ലവ് സ്റ്റോറി വന്ന് വിപ്ലവം സൃഷ്ടിച്ചൊരു പടം. അതുപോലെ മൾട്ടിപ്പിൾ ലവ് സ്റ്റോറി ഇതിലേക്കും ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ ചൈൽഡ്ഹുഡ് ലവ് സ്റ്റോറി നേരത്തെ പറഞ്ഞു വെച്ചതുകൊണ്ട് കോളേജ് കഴിഞ്ഞിട്ടുള്ള പ്രണയം. അപ്പോൾ അത് രണ്ടും ഞാനിങ്ങ് എടുക്കുക. കോളേജ് ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഈ ഇടയ്ക്കത്തെ സൂപ്പർ ഹിറ്റ് പടം ഏതാ? ഹൃദയം. അപ്പൊ ഹൃദയത്തിലെ ആ ഒരു മിറക്കിൾ റൂം, അതിന്റെ കീ കിട്ടുന്ന കഥയും അവിടുത്തെ പ്രണയമൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷനിലേക്ക് തന്നെ മാറ്റിവെച്ചു. മറ്റേ ക്ലൈമാക്സിലാണല്ലോ. അപ്പൊ ഇൻട്രൊഡക്ഷനിൽ പ്രണയം എന്നുള്ളതിന് പകരം റിജക്ഷൻ ആക്കിയിട്ട് ഒരു ചേഞ്ച് വരുത്താൻ തീരുമാനിച്ചു. പിന്നെ നമ്മളൊരു സ്ക്രിപ്റ്റിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടതാണ് ലൊക്കേഷൻ. ലൊക്കേഷനെ പറ്റി പറയുമ്പോൾ വെറൈറ്റി ഉള്ള പടം ഏതായിരുന്നു? ബാംഗ്ലൂർ ഡേയ്സ്. ബാംഗ്ലൂർ വേണ്ട, പിടിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ ഹൈദരാബാദിലേക്ക് മാറ്റി. ഹൈദരാബാദിൽ നായകനും നായികയ്ക്കും ഓരോ കൂട്ടുകാരുണ്ട്. അവരുടെ റൂമിലാണ് താമസിക്കുന്നത്. ഇനി ഒരു സ്ക്രിപ്റ്റിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നായകനും നായികയും കണ്ടുമുട്ടണം. എങ്ങനെ കണ്ടുമുട്ടും? തട്ടത്തിൻ മറയത്ത്. നായകനും നായികയും ഒരു കല്യാണ വീട്ടിൽ വെച്ച് ആക്സിഡന്റലി കൂട്ടിമുട്ടിയാണ് പരിചയപ്പെടുന്നത്. ഇവിടെ ആക്സിഡന്റ് ഇച്ചിരി മാറ്റിയെടുത്തു. ഒരു കാറ് കല്യാണ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കുന്നു. നായിക ഇടിക്കുന്നതിന് പകരം അവിടെ ഒരു പ്രതിമ വെച്ചിട്ട് പ്രതിമ ഇടിച്ചിടുന്നു. വെറൈറ്റി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബ്രില്യൻസ് ആണ്. ബിടെക് കഴിഞ്ഞ് പണിയൊന്നുമില്ലാതെ ബാംഗ്ലൂർ പോയൊരു ചെറുക്കൻ ഓടിച്ചുകൊണ്ട് വരുന്നത് മിനി കൂപ്പറാണ്. ഇവിടെ പാലായിൽ ഒരു മിനി കൂപ്പർ ഞാൻ കണ്ടത് ഈ ഇടയ്ക്ക് മാത്രമാണ്. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ പോർഷയിലാണ് നമ്മുടെ നായകൻ പിള്ളേർ വന്നിറങ്ങുന്നത്. അല്ല, പോർഷ അല്ല, അതിലും പോർഷായ മിനി കൂപ്പർ. ഇനി അവിടെ നിൽക്കട്ടെ, നായകനും നായികയും കണ്ടുമുട്ടി. പക്ഷെ ഇനി എന്തെങ്കിലും ട്വിസ്റ്റുകൾ വേണമല്ലോ. അപ്പം നായിക സ്നേഹിക്കുന്ന ഒരു കഥാപാത്രം കൂടി വേണം. ആര്യ എന്ന് വേണേലും പറയാം, ആര്യ 2 എന്ന് വേണേലും പറയാം. നായിക സ്നേഹിക്കുന്നയാളെ നായകൻ സൗഹൃദത്തിലാക്കുന്നു. അപ്പൊ ഇവിടെ സൗഹൃദം വേണ്ട, കോപ്പിയാന്ന് പറയുമല്ലോ. അപ്പോൾ നായകൻ ഒരു ബാക്ക് സ്റ്റോറി വേണം. ബാക്ക് സ്റ്റോറി ഇവിടെ നിന്നെടുക്കും. പത്രോസിന്റെ പറപ്പുകൾ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഒരു സൈക്കോ ക്യാരക്ടറാണ്. അദ്ദേഹത്തെ തന്നെ ഇങ്ങോട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. എനിക്ക് അത്ര അഭിപ്രായം ഇല്ലാത്ത ഒരു സീനും കൂടി നമ്മുടെ വില്ലൻ കഥാപാത്രം പത്രോസിന്റെ പടപ്പുകളിലെ അതേ സൈക്കോ ക്യാരക്ടർ അതേ റേഞ്ചിൽ തന്നെ അവതരിപ്പിക്കുന്നു. ഇച്ചിരി റിച്ച് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. കഥാപാത്രത്തിന്റെ റേഞ്ച് ഇല്ലായ്മയാണോ അതോ ഡയറക്ടറെ കുഴപ്പമാണോ എന്തോ. പിന്നെ എവിടെയൊക്കെയോ സ്വപ്നക്കൂടിലെ ട്രയാങ്കിൾ ലവ് സ്റ്റോറി പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ കഥ പ്രോഗ്രസ് ചെയ്തു പോകുന്നു. പക്ഷെ ഒരു സമയം കഴിയുമ്പോഴത്തേനും നമ്മുടെ ആദ്യത്തെ ക്യാരക്ടർ വില്ലനായി മാറുന്നു. നായിക ഇഷ്ടമില്ലെന്ന് പറയും. ഒരു പടത്തിൽ മലയാളം മാത്രം കോപ്പി അടിച്ച് ഉറപ്പായിട്ടും പിടിക്കില്ലേ? അപ്പോൾ ഏതാ എടുക്കുക? തമിഴിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലവ് സ്റ്റോറിയാണ് പയ്യയിലെ ആ ഒരു റോഡ് ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റാത്ത സാധനമാണ്. അത് ഇവിടെ മിനി കൂപ്പറിൽ കല്യാണ വീട്ടിൽ നിന്നും നായകന്റെ കൂടെ ഒരു ലോങ് ഡ്രൈവിന് പോകുന്നു. അവിടെ പ്രണയം വിടരുന്നു, വളരുന്നു, പുഷ്പിക്കുന്നു, പന്തലിക്കുന്നു. മുൻപ് പറഞ്ഞു വെച്ച ബാംഗ്ലൂർ ഡേയ്സിന്റെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് ഹൈദരാബാദായിട്ട് നിൽക്കുവാണല്ലോ. അപ്പോൾ ഈ നായകനും നായികയും തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഒബ്വിയസ്ലി ഒരു ട്രെയിനിന് സ്കോപ്പ് ഉണ്ട്. ട്രെയിൻ ലവ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഏതാ? ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ. അത്രയും പോയിട്ടില്ല. നമ്മൾ വാരണമായിരത്തിലെ ട്രെയിനിൽ വെച്ചുള്ള ഒരു പ്രൊപ്പോസൽ സീൻ ഇങ്ങോട്ട് എടുക്കുക. ട്രെയിനിൽ നേരെ പ്രപ്പോസ് ചെയ്ത് അന്നേരം മനസ്സിലാവും വാരണമായിരമാണ്. അതുകൊണ്ട് നേരെ പ്രപ്പോസ് ചെയ്യുന്നില്ല. നായികയ്ക്ക് ഒരു മരുന്ന് കൊടുക്കുന്നു. ഉറങ്ങിക്കിടക്കുമ്പോൾ നായകൻ തന്റെ പ്രണയം വിളിച്ചു പറയുന്നു. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡേൺ ട്വിസ്റ്റാണ് വിനയ് താണ്ടിവരുവായ. നായികയ്ക്ക് നായകനേക്കാളും പ്രായം കൂടുതൽ. അത് പറഞ്ഞു വയ്ക്കുന്നത് നീ എന്നെ ചേച്ചി എന്ന് വിളിക്കേണ്ടി വരും എന്നുള്ള ഒരു ഡയലോഗിലൂടെയാണ്. എന്തിനു വേണ്ടിയോ എന്തോ. അതൊക്കെ പോട്ടെ, കഥ മൊത്തം പറയുന്നില്ല. നമുക്ക് ക്ലൈമാക്സിലേക്ക് പോകാം. ഇങ്ങനെ പോകുന്ന പടം എവിടെ കൊണ്ട് ക്ലൈമാക്സിൽ അവസാനിപ്പിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ കിട്ടിയ പേരാണ് 96. അവസാനം രണ്ടുപേരും തമ്മിൽ പ്രണയമാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നു. പക്ഷെ അപ്പോഴേക്കും ഒരാൾ ദൂരേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമായിരിക്കുകയാണ്. ദൂരേക്ക് പോയാൽ എങ്ങനെ അവസാനിപ്പിക്കുവോ പോകുവോ ഇല്ലയോ എന്നുള്ളൊരു സസ്പെൻസ് അങ്ങനെ വിളങ്ങി നിൽക്കുന്നു. അവസാനം നായകൻ പോകുന്നു. 96-ൽ നായിക പോകുന്നു. 96-ൽ പോയാൽ തിരിച്ചു വരില്ല എന്നുള്ളൊരു ഉറപ്പോടുകൂടിയാണ് പോകുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്ന് നിന്റെ മൊയ്തീൻ. നായകൻ തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്ന നായിക.
തിരിച്ചു വരുന്നതിന് വേണ്ടി എവിടെയെങ്കിലും പറഞ്ഞു വിടണമല്ലോ, എവിടെ പറഞ്ഞു വിടും? അമേരിക്കയിലോ UK-യിലേക്കോ ലണ്ടനിലേക്കോ എവിടെയെങ്കിലും പോട്ടെ, കാത്തിരിക്കുന്ന എന്ന് നിന്റെ മൊയ്തി. കാസ്റ്റിംഗ് ഓക്കെ ആണ്, പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ നായകനെ എടുത്താൽ പൊങ്ങാത്ത ഭാരം എടുത്തു വെച്ച് കൊടുത്ത പോലെ തോന്നുന്നു. മറ്റേ പൂസായിട്ട് ഇങ്ങനെ കിടന്ന് സീൻ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ വാള് വെക്കാൻ പോകുന്ന സീനുകളൊക്കെ ആ കുട്ടിത്വമാണ് എപ്പോഴും വിറങ്ങലിച്ച് നിന്നത്. കഥാപാത്രത്തിന്റെ റേഞ്ച് മാറുമ്പോഴും നമ്മുടെ കുട്ടി കുട്ടിയായിട്ട് നിൽക്കുന്നത് പോലെ പലപ്പോഴും തോന്നി.